AMT വാഹനം എടുക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകൾ എന്തെല്ലാം? കാരണം നമ്മൾ പലപ്പോഴും പുതിയൊരു ഗിയർ ബോക്സോ അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് വരുമെന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. യെസ്, അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങളൊരു AMT വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൽ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ AMT വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടം കുറവുള്ള വാഹനം. അതായത് നിങ്ങൾക്ക് ഡ്രൈവ് ഒട്ടും തന്നെ ഇല്ല, വളരെ കുറച്ച് ഡ്രൈവേ ഉള്ളെങ്കിൽ ഒരു കാരണവശാലും AMT വാഹനം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. AMT അഥവാ IMT ഈ രണ്ട് വേരിയൻസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തത്. എൻ്റെ റെക്കമെൻഡേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ അത്രയും പറയുന്നുള്ളൂ. ഞാൻ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ആണ് പറഞ്ഞു വരുന്നത്. അതിൽ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് ഡ്രൈവ് കുറവാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന AMT വാഹനത്തിൽ വരുന്ന മോട്ടർ അസംബ്ലി, അതിൻ്റെ മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മോട്ടർ. ഈ മോട്ടറിന് സ്ഥിരം കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഡ്രൈവ് കുറവുള്ള വാഹനങ്ങൾക്ക്. നന്നായിട്ട് ഡ്രൈവ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഒന്നും തിരിഞ്ഞു നോക്കണ്ട, AMT എടുക്കാം. ഏകദേശം ഒരു 80,000 തൊട്ട് 1,00,000 കിലോമീറ്ററിനകത്താവുമ്പോഴത്തേക്കും ക്ലച്ചങ്ങ് മാറി വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഓട്ടം ഉള്ള ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലാത്ത ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് CVT വാഹനമോ ടോർക്ക് കൺവേർട്ടറോ എടുക്കാൻ സാധിക്കും. ഒരു പ്രശ്നവും വരത്തില്ല. കാരണം അത് നിങ്ങൾ ഓടിച്ചില്ലെങ്കിലും ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴും ഒരു 500 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുള്ളെങ്കിൽ ഒരു കംപ്ലയിൻറ്റും വരത്തില്ല. പക്ഷേ AMT IMT എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പറഞ്ഞൊരു പണി കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, TCM അഥവാ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ. അതൊരു ഇലക്ട്രിക്കൽ മൊഡ്യൂളാണ് വരുന്നത്. ഈ ഇലക്ട്രിക് മൊഡ്യൂളിനകത്ത് വരുന്ന സർക്യൂട്ട്സും കാര്യങ്ങളുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ, അതായത് ഡ്രൈവ് ഇല്ലാതെ ഇരുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ മൊഡ്യൂൾ മാറേണ്ടി വരും. നല്ലൊരു എമൗണ്ട്, അതായത് നല്ലൊരു ബഡ്ജറ്റ് വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന TCMന് പ്രശ്നം വന്നത്. ഇതെല്ലാം ഓട്ടം കുറവുള്ള വാഹനങ്ങൾക്കാണ് പ്രശ്നം വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ചാൻസസ് വളരെ കുറവാണ്, എന്നാലും വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാനൊരു കേസ് പറയുന്നത്. ആങ്കർ യൂണിറ്റ്, അതായത് നമ്മുടെ ക്ലച്ച് വലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ലിവറിനെ വലിക്കാൻ വേണ്ടി ഒരു ആങ്കർ യൂണിറ്റ് വരുന്നുണ്ട്. ആ കേബിൾ പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഈ കേബിൾ പൊട്ടിപ്പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യൂസ് ചെയ്യാതിരുന്ന് ഹാർഡായിപ്പോയി. കേബിൾ മാത്രമല്ല, അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വലിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അസംബ്ലിക്ക് പ്രശ്നം വന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതും നിങ്ങൾ ഓർത്തോണം. നാലാമത്തെ പോയിന്റ്, ക്ലച്ച് ഹീറ്റിംഗ് ഇഷ്യൂ. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഹീറ്റിംഗ് ഇഷ്യൂ വരും. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ആക്സിലറേറ്റ് ചെയ്ത ഒരുപാട് RPM കൊടുത്ത് ഓടിക്കുന്ന വ്യക്തികൾ, അതായത് കൂടുതലും ഫസ്റ്റിലും സെക്കൻഡിലും ഒരു ഏകദേശം 4000 RPM തന്നെ കയറുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഹീറ്റ് ആവും. അങ്ങനെ ക്ലച്ച് ഹീറ്റ് ആവുന്ന സമയത്ത് ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. ക്ലച്ച് ഹീറ്റായി കഴിയുമ്പോൾ ക്ലച്ചിന് വെയർ കൂടും. അത് മാത്രമല്ല, ക്ലച്ച് നേരത്തെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ക്ലച്ച് ഹീറ്റായി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ കൂടും. ഇതിനകത്തുള്ള ഓയിലിന് പ്രശ്നം വരും. അതുകൊണ്ട് കഴിവതും ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ രീതിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും, ക്ലച്ചിന് ലൈഫ് കൂടുതൽ കിട്ടും, ഗിയർ ബോക്സിനും ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഒരു രീതിക്കുള്ള പ്രശ്നങ്ങളും വരുന്നതായിരിക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലും കൂടെ കമൻറ്റ് രേഖപ്പെടുത്തുക.